അഫയേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന്. പക്ഷേ ഇത് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കും ഗുണപ്രദമാണ്. ഇത് 7ാമത്തെ വീഡിയോ ക്ലാസ് ആണ് നമ്മുടെ പുതിയ സീക്വൻസിലെ. അപ്പോൾ ഇതോടൊപ്പം ഓൺലൈൻ എക്സാമുകളുണ്ട്. അങ്ങനെ ഓൺലൈൻ എക്സാമുകളും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ PSC ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രം ആരാണ്? അപ്പോൾ ഇത് PSC ബുള്ളറ്റിനിൽ വന്നതാണ്. നിങ്ങൾ 3 സോഴ്സുകളാണ് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടത്. ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനട്ടാ, നിങ്ങൾക്ക് പത്രങ്ങളൊക്കെ നോക്കി കണ്ടെത്താം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ചോദ്യങ്ങളിൽ ബഹുഭൂരിഭാഗവും 99% വരുന്നത് PSC ബുള്ളറ്റിൻ, പ്രധാനപ്പെട്ട തൊഴിൽ പ്രസിദ്ധീകരണങ്ങളും വന്ന കറണ്ട് അഫയേഴ്സ് നോക്കിയാണ്. ഇത് PSC ബുള്ളറ്റിൽ വന്ന കറണ്ട് അഫയേഴ്സാണ്. പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രം ആരാണ്? ഈ ചോദ്യം വരാൻ കാരണം പി വത്സല നിങ്ങൾക്കറിയാം വയനാടിൻ്റെ കഥാകാരിയാണ്. അവർ വയനാട്ടിലുള്ളപ്പോൾ അവരുടെ നെല്ല് എന്നുള്ളത് വയനാടിനെ പശ്ചാത്തലമാക്കി അവരുടെ ആദിവാസി ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച ഒരു കൃതിയാണ് നെല്ല്. അതിലൊരു ജീവിച്ചിരിക്കുന്ന കഥാപാത്രം ഉണ്ടായിരുന്നു. അവരടുത്തിടെ മരിച്ചു. അവരാണ് കുറുമാട്ടി രാഗിണി. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിൽ ഈ ചോദ്യം വന്നത്, അല്ലേ? അപ്പം അതാണ്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അതാരാണ്? കുറുമാട്ടി രാഗിണി. ഓക്കെ, ക്ലിയർ ആയല്ലോ? പി വത്സല, നെല്ല്, വയനാടിൻ്റെ കഥാകാരി. നെല്ല് വയനാടിലെ ആദിവാസി ജീവിതത്തെ ആസ്പദമാക്കി രചിച്ചതാണ്. അതിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമായ കുറുമാട്ടി രാഗിണി അടുത്തിടെ അന്തരിച്ചു. ഇപ്പോൾ വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതത്തെ മുൻനിർത്തി രചിച്ച നോവലാണ് നെല്ല്. മറ്റൊരു കൃതിയുണ്ട്, നിഴലുറങ്ങുന്ന വഴികൾ. ഈ 2 കൃതികളും പി വത്സലയുമായി ബന്ധപ്പെട്ട നോവൽ. 2024 ജനുവരിയിൽ ആരുടെ രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? PSC ബുള്ളറ്റിനാണ്. എന്തുകൊണ്ടാണ് ഈ ഇത് വരുന്നത്? നോക്കൂ, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ PSC വരുന്ന ഈ ചോദ്യങ്ങളിൽ 100ാം വാർഷികം അല്ലെങ്കിൽ 150ാം വാർഷികം ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ അനുബന്ധ വസ്തുതകൾ ചോദ്യങ്ങളായി വരും. അത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തി പഠിക്കണം. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം 100ാം വാർഷികം ആഘോഷിച്ചു. എത്ര ചോദ്യങ്ങളാണ് വൈക്കം സത്യാഗ്രഹത്തിന് വരുന്നത്? കുമാരനാശാനുമായി ബന്ധപ്പെട്ടൊരു വാർഷികം ആഘോഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്യും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ചോദ്യങ്ങളുടെ പാറ്റേണും ശൈലിയും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ. ഓക്കെ, അപ്പം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം കിട്ടും. ഈ ഓൺലൈൻ എക്സാമിൻ്റെ ഗുണം എന്താണ്? ആ ഓൺലൈൻ എക്സാമിൽ നമ്മൾ റിവിഷൻ നടത്തും. അതുപോലെ വീണ്ടും ചോദ്യങ്ങൾ വരും. ഇപ്പോൾ വീഡിയോ ക്ലാസ്സും ഓൺലൈൻ എക്സാമും നിങ്ങൾ സ്ഥിരമായി ചെയ്തു പോവുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് മുഴുവൻ സ്കോറും എന്ത് ചെയ്യാൻ പറ്റും? ലഭിക്കും. അപ്പോൾ ഇത് രണ്ടും ലഭിക്കുന്നതിന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ മറ്റൊരു പ്രത്യേകത, 2020 മുതൽ 24, 25 അതാത് ദിവസം വരെ ചോദിച്ച മുഴുവൻ PSC ചോദ്യങ്ങളും നിങ്ങൾക്ക് അവിടെ പോളായിട്ട് കിട്ടും. പിന്നെ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾ അവിടെ പോളായിട്ട് കിട്ടും. അതുകൂടാതെ ഇത് ഓൺലൈൻ എക്സാം ആയി കിട്ടും. പിന്നെ ഇതിൻ്റെ റിവിഷൻ കിട്ടും. പിന്നെ നിങ്ങൾ അവിടെ മറന്നു പോകാനാ? അപ്പോൾ ടെൻഷൻ അടിച്ച് പഠിക്കുകയൊന്നും വേണ്ട. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇതൊന്നും പ്രയാസമുള്ള കാര്യമല്ലല്ലോ. ഇതൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ സാവധാനം പഠിച്ചു പോകാൻ താല്പര്യമുള്ള ഒരാളാവുകയും 2025 ഒരു സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം ഉണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം 2024 ജനുവരിയിൽ ആരുടെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആഘോഷിച്ചത്? 2024 ജനുവരിയിൽ 150ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത് വേലായുധ പണിക്കരാണ്. അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. കാരണം ചിലപ്പോൾ ഇതൊന്നും അല്ല ചോദിക്കുക. ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തി ചോദിക്കുന്നത്. ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 ജനുവരിയിലാണ് ഇദ്ദേഹത്തിൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജന്മസ്ഥലം ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം, അത് കാർത്തികപ്പള്ളിയാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ്? കാർത്തികപ്പള്ളിയാണ്. അതുപോലെ തന്നെ വേലായുധ പണിക്കരുടെ യഥാർത്ഥ പേര് കല്ലിശ്ശേരിൽ വേലായുധ ചേകവർ. കല്ലിശ്ശേരിൽ വേലായുധ ചേകവർ. ഈ കഥകളി അന്ന് കാണാൻ അവർണർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല.
അപ്പൊ കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച ആളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഓർക്കണേ, കഥകളി യോഗം, നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി. 1874 അദ്ദേഹം കൊല്ലപ്പെടുന്നത്. 1874. ഓക്കെ, ഇപ്പൊ 1874 എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഏതാണ്? 1874 മറ്റ് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കൂ. അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് നോക്കൂ. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നിങ്ങൾക്കറിയാം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും നിങ്ങൾക്കറിയാം. ഈ 1857 1885 ഇടയിലുള്ള കാലഘട്ടത്തിലാണ് വേലായുധ പണിക്കർ മരിച്ചത് എന്ന് ഓർത്തു നോക്കാൻ വളരെ പ്രയാസമുണ്ടോ? ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് നോക്കൂ, മനസ്സിൽ കാണൂ. ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇതിനിടയിലാണ് ആര് കൊല്ലപ്പെടുന്നത്? വേലായുധ പണിക്കർ കൊല്ലപ്പെടുന്നത്. അപ്പൊ 1874 കായംകുളത്ത് വെച്ചാണ്. കായംകുളത്ത് വെച്ചിട്ട് ഒരു സംഘം ഉന്നത ജാതിക്കാർ ഒരു ബോട്ട് യാത്രക്കിടയിൽ വെച്ച് വേലായുധ പണിക്കരെ ആക്രമിച്ചു കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം പെരുമ്പള്ളിയാണ്. ഞങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ ഞങ്ങളുടെ സഹോദര സമുദായമായ മുസ്ലിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ പള്ളിയിലാണ് അടക്കുക. ഓക്കെ, അപ്പോൾ അവിടെ പെരുമ്പള്ളി വേലായുധ പണിക്കർ. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും പ്രാർത്ഥനാ സൗകര്യം നൽകിക്കൊണ്ട് വേലായുധ പണിക്കർ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് മംഗലത്ത്, ചെറുവരണം. അപ്പൊ ഇത് ഓർത്തു വെക്കാം, വേലായുധ പണിക്കരാണ്. പണിക്കരെടുത്തല്ലേ കല്യാണം അന്വേഷിക്കാൻ പോവുക. അപ്പൊ നമുക്കറിയാലോ, വരണമാല്യം എന്ന് പറഞ്ഞാൽ കഴുത്തിലിടുന്ന മാലയാണ് കല്യാണത്തിന്. മംഗലം എന്ന് പറഞ്ഞാൽ കല്യാണമാണ്. അപ്പൊ മംഗലം, ചെറുവരണം, വേലായുധ പണിക്കർ. ഇപ്പൊ പണിക്കർ, മംഗലം, ചെറുവരണം. കണ്ടോ? അപ്പൊ ആ പണിക്കർ ഓർക്കുമ്പോൾ ഈ പണിക്കർക്ക് മറ്റേ പണിക്കരുമായിട്ട് ഒരു ബന്ധവുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പറയുന്നത് മോശമാണ്. കാരണം ഇദ്ദേഹം നവോത്ഥാനത്തിലെ രക്തസാക്ഷിയാണ്, മിന്നിത്തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. മറ്റു പണിക്കന്മാർ മോശമെന്നല്ല ഞാൻ പറയണത്, പക്ഷെ ഇദ്ദേഹത്തിന് കേരള ചരിത്രത്തിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ പണിക്കർ, ക്ഷേത്രം, മംഗലം, വരണമാല്യം, ചെറുവരണം. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മുക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി വേലായുധ പണിക്കർ നടത്തിയ സമരമാണ് മുക്കുത്തി സമരം. നോക്കൂ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഉടൻ അയ്യങ്കാളിനെ ഓർക്കണം. കല്ലുമാല സമരം നടത്തിയത് ആരാ? കല്ലുമാല സമരം നടത്തിയത് ഓർമ്മയുണ്ടോ? കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. പക്ഷെ മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും, നല്ല പുടവെടുക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല ദളിതർക്ക്. അപ്പൊ അവർക്ക് മുക്കുത്തി മേടിച്ചു കൊടുക്കുന്നു, അച്ചിപ്പുടവ മേടിച്ചു കൊടുക്കുന്നു. അന്നത്തെ സവർണരെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അന്നത്തെ കാലത്ത്. അങ്ങനത്തെ ഒരു കേരളം ഉണ്ടായിരുന്നു. അതായത് അവർണ ജാതിയിൽപ്പെട്ടവർക്ക് നല്ല വസ്ത്രം എടുക്കാനോ കഴുത്തിലൊരു നല്ല മാല അണിയാൻ പാടില്ല, കല്ലുമാല ഇടാൻ പാടുള്ളൂ. അതിനെതിരെയാണ് അയ്യങ്കാളി സമരം നടത്തുന്നത്. അപ്പൊ മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരം, നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി, പെരുമ്പള്ളി അന്ത്യവിശ്രമ സ്ഥലം, പിന്നെ മംഗലം, വരണ്യമാല കഴുത്തിലണിയുന്ന മാല. ഇതൊക്കെയാണ് അദ്ദേഹവും ആ 2 അമ്പലങ്ങളാണ് മംഗലവും അതുപോലെ തന്നെ ചെറുവരണവും. മുക്കുത്തി സമരം എത്രയും കാര്യം ആലോചിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നമ്മുടെ കയ്യിലായി. 2024 ജനുവരി 16 6ാം ചരമവാർഷികം ആഘോഷിച്ച മലയാള കവി, മറ്റൊരു നവോത്ഥാനത്തിന്റെ കവിയാണത്, കുമാരനാശാൻ. നവോത്ഥാനത്തിന്റെ കവി എന്നറിയപ്പെടുന്നു. ഇപ്പൊ കുമാരനാശാനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദ്യം വരാം. അത് ആ കറണ്ടായിട്ടുള്ള, അതിന് കാലികമായ പ്രാധാന്യമുണ്ട്. കാരണം ജനുവരി 16 100ാം ചരമവാർഷികം ആഘോഷിച്ചത്. കുമാരനാശാൻ ജനിച്ചതോ എളുപ്പമാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊല്ലപ്പെടുന്നത് 1874 കുമാരനാശാൻ ജനിക്കുന്നത്, നവോത്ഥാനത്തിന്റെ രക്തസാക്ഷി മരിച്ച വർഷത്തിന്റെ തൊട്ടു മുന്നത്തെ വർഷം 1870. ഇങ്ങനെ ബന്ധപ്പെടുത്തി പഠിച്ചു നോക്കൂ. എന്നിട്ട് ഇത് ഓൺലൈൻ എക്സാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെവിടെ മറന്നു പോകാനാ? പലതവണ ഓൺലൈൻ എക്സാം ആവർത്തിച്ചു വരുമല്ലോ. കുമാരനാശാൻ ജനിച്ച സ്ഥലം കായിക്കരയാണ് കേട്ടോ, ഓർത്തു വെക്കണം. കുമാരനാശാന്റെ കുട്ടിക്കാലത്തെ പേര് ഓർത്തു വെക്കാൻ എളുപ്പമാണ്, കുമാരു എന്നാണ്. സ്നേഹഗായകൻ, ആശയഗംഭീരൻ. കുമാരനാശാൻ ആശയഗംഭീരൻ, ആശാൻ ആശയഗംഭീരൻ. ഓർത്തു വെക്കാൻ എളുപ്പമല്ലേ? സ്നേഹഗായകനാണ്. കുമാരനാശാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. 1913 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ് കുമാരനാശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി കുമാരനാശാനാണ്. പക്ഷെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവട്ട.
ആദ്യത്തെ മലയാള കവിയാണ് കുമാരനാശാൻ. മഹാകവിതയൊന്നും എഴുതാതെ, മഹാകാവ്യങ്ങളൊന്നും എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ചു. SNDPയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. കുമാരനാശാൻ എഡിറ്ററായ SNDPയുടെ മുഖപത്രം ഏതായിരുന്നു? വിവേകോദയം. ഏതായിരുന്നു ഇത്? വിവേകോദയം. വിവേകോദയം ആരംഭിക്കുന്നത് 1914 കുമാരനാശാൻ സ്ഥാപിച്ച ഒരു പുസ്തകശാലയുണ്ട്, ശാരദ ബുക്ക് ഡിപ്പോ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം അത് വീണപ്പൂവാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം വീണപ്പൂവാണ്. 1922 രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്. അപ്പൊ വിവർത്തകനായിരുന്നത് കുമാരനാശാനാണ്. കുമാരനാശാൻ കൊല്ലപ്പെട്ട ബോട്ട് ഏതാണ്? റെഡീമർ ബോട്ട് അപകടത്തിലാണ് കൊല്ലപ്പെടുന്നത്. വളരെ ശ്രദ്ധിക്കണം. റെഡീമർ എന്ന് ഓർത്തു വെച്ചാൽ മതി. കുമാരനാശാൻ കവിയാണല്ലോ, അപ്പൊ പലപ്പോഴും വായിക്കുന്ന ആളായിരിക്കും. അദ്ദേഹം റീഡ് ചെയ്ത് മരിച്ച ആളാണെന്ന് ഓർക്കുക. റെഡീമർ. ഓക്കെ, റെഡീമർ ബോട്ട് അപകടം 1924 തന്നെയാണ്. ജനുവരി 16 1924 തന്നെയാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആര് അന്തരിക്കുന്നത്? കുമാരനാശാൻ അന്തരിക്കുന്നത്. 1774 ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊല്ലപ്പെടുന്നത്, 50 വർഷം കഴിഞ്ഞപ്പോൾ. അതിൻ്റെ തൊട്ട് തലേ വർഷം 1773 കുമാരനാശാൻ ജനിക്കുന്നത്. റെഡീമർ ബോട്ട് അപകടം നടന്ന ജലാശയം ഓർത്തു വയ്ക്കണം, പല്ലനയാർ. എന്താണ് മറ്റേ ജലാശയത്തിന്റെ പേര്? പല്ലനയാർ. ബോട്ടിന്റെ പേരെന്താ? റെഡീമർ. ഓർത്തു വയ്ക്കണേ. 1924 ജനുവരി 16 കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നക്കൽ, തിരുവനന്തപുരം. ചോദിക്കാം, SCERT ബുക്കിൽ അതിന്റെ ഫോട്ടോ അടക്കമുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. തോന്നക്കലാണ്, തിരുവനന്തപുരം. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്. 2024 ജനുവരി 1 കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് കെ സ്മാർട്ട്. ഈ കെ സ്മാർട്ട് മൊബൈൽ ആപ്പ് നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പം കെ സ്മാർട്ട് മൊബൈൽ ആപ്പ്, കെ സ്മാർട്ട് 2024 ജനുവരി 1 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങൾ. എന്താ കെ സ്മാർട്ടിൻ്റെ ഫുൾ ഫോം? കേരള. അത് കെ. എസ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ, 4 എം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ സ്മാർട്ടിൽ ഓരോന്നും ഓർത്തു വയ്ക്കുക, അങ്ങനെയും ചോദിക്കാം. എസ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ, എം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ്, എ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ, ആർ എന്ന് പറഞ്ഞാൽ റിഫോർമേഷൻ, ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, കെ സ്മാർട്ട്. അപ്പോൾ ഇനി വിരൽത്തുമ്പിലാണ് കെ സ്മാർട്ട് വന്നതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ എന്നുണ്ട്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കേരളത്തിൽ നിന്നായാൽ നിങ്ങൾക്ക് നിർബന്ധമാണല്ലോ PSC പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ആദ്യത്തെ ഏതാണ് അധികവും ചോദിക്കുക? ഇന്ത്യയിൽ ഒന്നാമത് വന്നാൽ ആദ്യത്തെ, കേരളത്തിൽ ഇന്ത്യയിൽ ഒന്നാമതുണ്ടെങ്കിൽ അത് ആദ്യത്തെ എന്നുള്ള ചോദ്യം വരാൻ ധാരാളം സാധ്യതയുണ്ട്. ഈ വർഷം അത് ചോദിക്കാതെ പോവില്ല. കൊല്ലമാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ, അതോർത്ത് വെക്കണം, കൊട്ടാരക്കര. കാരണം എന്താ? ഇൻഫർമേഷൻ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റലുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമോ അല്ലെങ്കിൽ ഇന്ത്യയിലോ കേരളത്തിലോ ബ്രേക്ക് ത്രൂ ആയ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉണ്ടെങ്കിൽ പഠിക്കാതെ പോകരുത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. പരിസ്ഥിതിയും ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട എല്ലാ നൂതന വിവരങ്ങളും നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏത്? ഈ ഓൺലൈൻ ഗ്രാമസഭ ഇതൊക്കെ ധാരാളം ചോദിക്കും. എന്തുകൊണ്ട് ചോദിക്കും? അത് നിങ്ങൾ ഓർക്കേണ്ടത് ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമാണിത്, സൽഭരണത്തിൻ്റെ ഭാഗമാണിത്. സൽഭരണം എന്ന് പറയുമ്പോൾ അതിൽ ഇ ഗവേണൻസും കൂടി പെടും. ഇ ഗവേണൻസ് എന്താ? വേഗത്തിലും സുതാര്യമായിട്ടും ആളുകൾക്ക് കാര്യങ്ങൾ നടക്കുകയാണ്. ഓൺലൈൻ ഗ്രാമസഭയുടെ പ്രത്യേകത എന്താ? വീട്ടിലിരുന്ന് തന്നെ ചേരാമല്ലേ. അപ്പം ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാവുന്ന കാലത്ത് ഈ ഓൺലൈൻ ഗ്രാമസഭയൊക്കെ വളരെ എഫക്റ്റീവായിട്ട് മാറും. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയൻകീഴാണ്. മലയൻകീഴ് തിരുവനന്തപുരത്താണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം
ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ ഡിവൈഡാണ് ഇനി ലോകത്തുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടോ ഒരു കാര്യം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതില്ലാത്തവർ പുറകോട്ട് തള്ളിപ്പോകും. അപ്പോൾ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ്? തളിപ്പറമ്പാണ്. അപ്പോൾ തളിപ്പറമ്പാണ് ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം. എന്നാൽ സാക്ഷരതാ നഗരം, ഡിജിറ്റൽ സാക്ഷരതാ നഗരം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ്. ഡിജിറ്റൽ സാക്ഷരതാ നഗരം ഏതാണ്? എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ്. ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ്. ആദ്യത്തെ സംസ്ഥാനം രാജ്യത്ത് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത് കേരളമാണ്. അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാ? കിളിമാനൂർ. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം ഏതാ? എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ. ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ്? അത് തളിപ്പറമ്പ്. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയായ നഗരം കൊച്ചിയാണ്. ജനറേറ്റീവ് AI കോൺക്ലേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? കൊച്ചിയിൽ. അതുകൊണ്ട് തന്നെ ചോദ്യം വരും, ഒന്ന് കേരളത്തിൽ നടന്നു എന്നുള്ളത് കൊണ്ട്, മറ്റൊന്ന് ഉയർന്നു വരുന്ന AI യുഗമാണ് ഇനി വരാൻ പോകുന്നതല്ലേ, AI ബന്ധപ്പെട്ടതാണ് എന്നുകൊണ്ട്. AI ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന ടാഗ് ലൈനുമായി ഗ്ലോബൽ AI ഉച്ചകോടി വേദിയായ ഇന്ത്യൻ നഗരം ഹൈദരാബാദാണ്. മനസ്സിലായില്ലേ? AI ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന ടാഗ് ലൈനുമായി ഗ്ലോബൽ AI ഉച്ചകോടി ഏതാണ് നടന്നത്? ഹൈദരാബാദാണ് ഗ്ലോബൽ AI ഉച്ചകോടി. എന്നാൽ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നത് കൊച്ചിയാണ്. രണ്ടും മാറിപ്പോകണ്ട. ഹൈദരാബാദിന്റെ ടാഗ് ലൈനും മറക്കണ്ട, AI ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. 2023 നവംബറിൽ ലോകത്താദ്യമായി നടന്ന AI സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ഇംഗ്ലണ്ടിലെ ബ്ലച്ചി പാർക്ക് ആയിരുന്നു. ബ്ലച്ചി പാർക്കാണ് 2023 നവംബറിൽ ലോകത്താദ്യമായി നടന്ന AI സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ഇംഗ്ലണ്ടിലെ ഏതാണ്? ബ്ലച്ചി പാർക്കാണ്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ്. ഏതായിരുന്നു അത്? ആ ജനറേറ്റീവ് AI ബന്ധപ്പെട്ട ഉച്ചകോടി. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ഇത്തരത്തിലുള്ള മിന്നൽ പരിശോധനകളെക്കുറിച്ച് PSC ചോദ്യം വരാറുണ്ട്. അപ്പം മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനാണ്. അത് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ ആണ്. ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. അപ്പോൾ മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. അതായത് സ്റ്റോക്ക് രേഖകൾ പ്രകാരമുള്ള മരുന്നുകൾ പല മൃഗാശുപത്രികളിലും കാണാതായിരുന്നു. കാലഹരണപ്പെട്ട മരുന്നുകളുടെയും സംഭരണവും വിൽപ്പനയും ഉടവിൽ നിരവധി പൊരുത്തക്കേടുകൾ കണ്ടെത്തി. മുഴുവൻ ഭക്ഷ്യസംരംഭകരെയും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പരിധിയിൽ കൊണ്ടുവരാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. മറക്കണ്ടട്ട, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ ഭക്ഷ്യസംരംഭകരെയും ഭക്ഷ്യസുരക്ഷാ ലൈസൻസിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ ഫോസ്കോസ്. റെസ്റ്റോറന്റ് മേഖലയിൽ സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന വ്യാപക പരിശോധന ഓപ്പറേഷൻ ഫാനം. റെസ്റ്റോറന്റിൽ നടന്നത് ഏതാണ്? ഓപ്പറേഷൻ ഫാനം. അനധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിലെത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. അപ്പൊ ഡ്രഗ് കൺട്രോൾ വകുപ്പ് അനധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിലെത്തുന്നത് തടയാൻ ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. അതുപോലെ തന്നെ റെസ്റ്റോറന്റ് മേഖലയിൽ സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന വ്യാപക പരിശോധന ഓപ്പറേഷൻ ഫാനം. മുഴുവൻ ഭക്ഷ്യസംരംഭകരെയും ഭക്ഷ്യസുരക്ഷാ ലൈസൻസിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ ഓപ്പറേഷൻ ഫോസ്കോസ്. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൽ അവിടെ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്താൻ ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. അപ്പോൾ ഈ ഓപ്പറേഷനുകളൊക്കെ ഒന്ന് നന്നായിട്ട് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ദീപാലങ്കൃത പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതൊക്കെ ചോദിക്കുമോ? PSC ബുള്ളറ്റിൽ വന്നിട്ടുണ്ട്, ഓർത്തു വെച്ചോ. ഫറൂഖ്. കോഴിക്കോട് ജില്ലയിലാണ് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫറൂഖിനെയും ചെറുവണ്ണിനെയും ബന്ധിപ്പിക്കുന്ന ചാലിയാറിന് കുറുകെ പണിത പാലമാണ്. ഫറൂഖിനെയും ചെറുവണ്ണീരിനെയും ബന്ധിപ്പിക്കുന്ന ചാലിയാറിന് കുറുകെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗമാണ് പാലത്തിൽ വൈദ്യുത ദീപാലങ്കാരം ഒരുക്കിയത്. പാലത്തിലെ സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട് അവിടെ.
ആണെങ്കിൽ പോയി സെൽഫി ഒക്കെ എടുക്കാം. വീഡിയോ വാളുണ്ട്, കഫ്റ്റീരിയ ഉണ്ട്, സ്ട്രീറ്റ് ലൈബ്രറി ഉണ്ട്, ഗാർഡൻ മ്യൂസിക്കൽ ഉണ്ട്, കുട്ടികളുടെ പാർക്ക് ഉണ്ട്, സൗജന്യ വൈഫൈ ഉണ്ട്, VR ഹെഡ്സെറ്റ് മൊഡ്യൂൾ ഉണ്ട്, ടോപ്ലെറ്റ് ബ്ലോക്ക് ഉണ്ട്, നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് ട്രാഫിക് സിഗ്നൽ തുടങ്ങിയ സംവിധാനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് ഫറൂഖ് പാലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർത്തിരിക്കുക, ആദ്യത്തെ ദീപാലംകൃത പാർക്കാണ് ഫറൂഖ് പാലം എന്ന് പറയുന്നത്. എവിടത്തെ? കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാർക്ക് അല്ലേ? കാണാൻ ഒട്ടനവധി വിശേഷങ്ങളുണ്ട്, ഒന്ന് പോയി കണ്ടോക്കൊണ്ടു. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ യഥാർത്ഥ പേര് N കുട്ടികൃഷ്ണപിള്ള. PSC ബുള്ളറ്റിനിൽ വന്നതാണ് N കുട്ടികൃഷ്ണപിള്ള. NK ദേശത്തിന്റെ യഥാർത്ഥ പേര് N കുട്ടികൃഷ്ണപിള്ള എന്നുള്ളതാണ്. മഹാകവി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ അടുത്ത കാലത്താണ് വന്നത്, അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. മഹാകവി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം മറൈൻ ഡ്രൈവ്, കൊച്ചിയാണ്. ഒരു 2 വർഷം കഴിഞ്ഞാൽ അത് ചോദിക്കില്ല. കാരണം എന്താ? ഇതിപ്പോഴേ ചോദിക്കുള്ളൂ. ഓക്കെ, മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം മറൈൻ ഡ്രൈവ്, കൊച്ചിയിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനമൊരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി എന്താ? K-ലിഫ്റ്റ് 2024. 3 ലക്ഷം ആൾക്കാർക്കാണ് ഉപജീവനമൊരുക്കി അവരുടെ ജീവിതം അപ്ലിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് K-ലിഫ്റ്റ് 2024. എന്താ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ലൈവ്ലി ഫുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. കണ്ട, ലൈവ്ലി ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ, അതാണ് ആ ലിഫ്റ്റിന്റെ അർത്ഥം. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം വലിയൊരു അന്താരാഷ്ട്ര പുരസ്കാരമാണ് നേടിയ കാന്തല്ലൂർ പഞ്ചായത്ത്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയത് ഏതാ? കാന്തല്ലൂർ പഞ്ചായത്ത്. അതിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ആര്? ചോദിക്കുമോ? ചോദിക്കും. PSC ബുള്ളറ്റിൽ വന്നിട്ടുണ്ട്. അത് ജിതേഷ് ജി ആണ്. വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവ് ആരാണ്? ആണ് ജിതേഷ് ജി. അപ്പോൾ കാന്തല്ലൂർ അത് എന്ത് ചെയ്തു? അതിന് പുരസ്കാരം കിട്ടി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജ്. അതിന്റെ ബ്രാൻഡ് അംബാസഡറാണ് ജിതേഷ് ജി വരയരങ്ങ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിറോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം. അന്താരാഷ്ട്ര തലത്തിലുള്ള അവാർഡുകൾ സ്ഥലങ്ങൾക്കോ സംരംഭങ്ങൾക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾക്കോ അതല്ലെങ്കിൽ മലയാളികൾക്കോ കേരളത്തിനൊക്കെ കിട്ടിയാൽ നന്നായിട്ട് ഓർത്തു വെക്കണം. അത് PSC പരീക്ഷയ്ക്ക് വരും. അത് സിനിമയാണെങ്കിലും അത് വ്യക്തിയാണെങ്കിലും സ്ഥലമാണെങ്കിലും സംവിധാനമാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും. അപ്പോൾ വൃത്തിയുള്ള കടൽ തീരം, ഫൗണ്ടേഷൻ ഫോർ എൻവയറോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം കാപ്പാടാണ്. നമ്മുടെ വാസ്കോഡ ഗാമ വന്നിറങ്ങിയ സ്ഥലം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ്. കേരള കലാമണ്ഡലം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അത് നവീകരിക്കപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് അവിടുന്ന് ഒരു മ്യൂസിക് ബാൻഡ് വരിക എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. അടിപൊളി സംഭവമാണ് കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി നോക്കുക. അവർ ചില പാട്ടൊക്കെ തകർപ്പൻ സാധനമാണ്. കലാമണ്ഡലമാണ്, മ്യൂസിക് ബാൻഡാണ്, PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് അരകവ്യൂഹം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്, 36ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡാണ് 36ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക്, കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക്, സൗജന്യ വൈഫൈ, അത് മാനാഞ്ചിറ സ്ക്വയറിലാണ്. മാനാഞ്ചിറ സ്ക്വയറിൽ പോയാൽ നിങ്ങൾക്ക് ഇനി സൗജന്യ വൈഫൈ കിട്ടും. ഡിമൻഷ്യ സൗഹൃദ കേരളം, അല്ലെ, കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഡിമൻഷ്യ. ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അതേതാ? അത് ഓർമ്മത്തോണി. ഡിമൻഷ്യയുമായി ബന്ധപ്പെട്ട് ഈസി ആയിട്ട് ഓർത്തു വയ്ക്കാം, ഓർമ്മത്തോണി. ആദിവാസി ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുന്ന ഒരു പദ്ധതി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. നേരിട്ട് ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുകയാണ്, ഒരു കൈ നീട്ടം കൊടുക്കുകയാണ്. സ്നേഹഹസ്തം. എന്താ ഈ ഷീ ബോക്സ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ? ഓർത്തിരിക്കണമേ, ഷീ ബോക്സ് പോർട്ടൽ. ഷീ ബോക്സ് പോർട്ടൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഷീ ബോക്സ് പോർട്ടൽ കേട്ടോ. ഷീ ബോക്സ് പോർട്ടൽ
തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കു നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് ഷീബോക്സ്. കേരളത്തിൻ്റെതല്ല, കേന്ദ്രത്തിൻ്റെതാണ് പദ്ധതി ഷീബോക്സ്. അത് ജോലി സ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കുമായി ബന്ധപ്പെട്ടും ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. രാജ്യവ്യാപകമായി രൂപവൽക്കരിച്ച ഇന്റേണൽ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഒരു കേന്ദ്രീകൃത ശേഖരമാണ് ഷീബോക്സ്. ആരാ വനിതാ ശിശുക്ഷേമ മന്ത്രി? അന്നപൂർണ ദേവിയാണ് കേട്ടോ. വനിതാ ശിശുക്ഷേമം നമുക്കറിയാം. ശിശുക്ഷേമം എന്ന് പറഞ്ഞാൽ അന്നവുമായി ബന്ധപ്പെട്ടതാ. വനിതയാണ്, അതിന് ദേവിയുണ്ട്. അപ്പൊ അന്നപൂർണ ദേവിയാണ് വനിതാ ശിശുക്ഷേമ മന്ത്രി എന്ന് ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണ്, മറന്നു പോവുകയില്ല അല്ലേ. അന്നം വനിതയല്ലേ വിളമ്പിത്തരിക. ശിശുവിനെ സംബന്ധിച്ചിടത്തോളം പോഷകാഹാരമാണ് വേണ്ടത്. നമ്മുടെ അംഗനവാടിയിലൊക്കെ അധികവും പോഷകാഹാരം ലഭിക്കും അല്ലേ. ഇപ്പൊ അന്നപൂർണ, പിന്നെ സ്ത്രീയാണെന്നുള്ളതിന് ദേവിയും വന്നിട്ടുണ്ട്, അന്നപൂർണ ദേവി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇടുക്കിയുടെ വിസ്തീർണം എത്രയും നിങ്ങൾക്കറിയാമോ? 4612 ചതുരശ്ര കിലോമീറ്റർ. ഈ അടുത്താണ് ഇടുക്കി പാലക്കാടിനെ വെട്ടിച്ച് വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിയത് അല്ലേ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ജില്ലയാണ്, ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ലയാണ്, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ 5 ദേശീയോദ്യാനങ്ങളിൽ 4 ഇടുക്കിയിലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്, 4612. അപ്പൊ ആദ്യം ഇടുക്കിയായിരുന്നു, പിന്നെ പാലക്കാട് കയറി വന്നു, വീണ്ടും പാലക്കാടിനെ മാറ്റി ഇടുക്കിയായി. 4612 ആണ് 4612. എങ്ങനെയാ ഓർത്തു വെക്കുക? നമ്പർ പെഗ് സംവിധാനം. പല മെമ്മറി കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഒന്നും കൂടി ഓർക്കുകയാണ്. നമ്പറുകളൊക്കെ ഓർമ്മയില്ലെങ്കിൽ 4612 കഥ ഉണ്ടാക്കുക. അപ്പൊ 4ന് തോണിയാണ്, എപ്പോഴും ഓർത്തു വെക്കുക. 4ന് നമ്മുടെ രീതി തോണിയാണ്. 6 എന്ന് പറഞ്ഞാൽ ആനയുടെ തുമ്പിക്കൈയാണ്. 1 മെഴുകുതിരിയാണ്, 2 താറാവാണ്. അപ്പൊ ഇടുക്കി പോയി. ഇടുക്കിയിൽ നിങ്ങൾ ടൂറിന് പോയി, ഇടുക്കി മൊത്തം കറങ്ങാൻ തീരുമാനിച്ചു. ഇടുക്കിയിലെ 4612. അപ്പൊ ഒരു തോണി കയറി, 4ആയോ? ആ തോണിയിൽ നിങ്ങൾ കയറി ഇടുക്കി ഒരു ഭാഗം ചുറ്റിക്കണ്ടതിന് ശേഷം നിങ്ങൾ ഇടുക്കിയിലുള്ള നമുക്കറിയാം ദേശീയോദ്യാനത്തിൽ പോയി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പോയി. അവിടെ ആകസ്മികമായി ആനയെ കണ്ടു. അവിടെ ആന ഉണ്ട്, പക്ഷെ അവിടെ വരയാടിനാണ് പ്രസിദ്ധം. നിങ്ങൾ ആനയെ കണ്ടു. ആ ആന ആണ് ഇവിടെ 6 എന്ന് പറഞ്ഞാൽ ആനയുടെ തുമ്പിക്കൈയാണ്. എന്നിട്ട് നിങ്ങൾ വൈകുന്നേരം എത്തുമ്പോഴേക്കും നിങ്ങൾ റിസോർട്ടിലാണ് താമസിക്കുന്നത്, അവിടെ എത്തി. അപ്പം അവിടെ വൈദ്യുതി കൊണ്ടല്ല, മെഴുകുതിരികൾ കൊണ്ടുള്ള ലൈറ്റിലാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ 1 ഇനി നിങ്ങൾക്ക് കിട്ടിയത് താറാവ് കറിയാണ്. ഇടുക്കി ആ ഭാഗത്തൊക്കെ താറാവ് കറി വളരെ പ്രസിദ്ധമാണ്. 12 നോക്കൂ, 4612 നിങ്ങളുടെ മനസ്സിലായോ? അതാണ് നമ്പർ പെഗ് സിസ്റ്റം. ഒരു തോണി കയറുന്നു, ഇടുക്കി മുഴുവൻ കാണാൻ വേണ്ടി. തോണി യാത്ര കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ 4. തോണി യാത്ര കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇരവികുളത്ത് പോയി. അപ്പോൾ നിങ്ങൾ ആനയെ കണ്ടു, 6 ആനയുടെ തുമ്പിക്കൈ. പിന്നീട് രാത്രി തിരിച്ചെത്തി, റിസോർട്ടിൽ തിരിച്ചെത്തി. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ താറാവ് കഴിച്ചു. ഇപ്പോൾ 4612 വലിപ്പത്തിൽ പാലക്കാടിനെ മറികടന്നാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി സ്വന്തമാക്കിയത്. റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ഏതാനും ഭാഗങ്ങൾ ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടുകൂടിയാണ് ഇടുക്കി ഒന്നാമതെത്തിയത്. ഇടുക്കി ഇടമലക്കുടി ഓർത്തു വെക്കാൻ എളുപ്പമല്ലേ. ഇടമലക്കുടിയിൽ കുട്ടമ്പുഴ, ഇടുക്കി ഇടമലക്കുടി കുട്ടമ്പുഴ, അത്ര ഓർത്തു വെച്ചാൽ മതി. കുട്ടമ്പുഴ വില്ലേജിന്റെ ചില ഭാഗങ്ങൾ ഇടുക്കിയിലെ ഇടമലക്കുടി താലൂക്കിലേക്ക് മാറ്റി എറണാകുളം ജില്ലയിൽ നിന്ന്. 1997 മുമ്പ് ഇടുക്കി തന്നെയായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല. 1997 കുട്ടമ്പുഴ വില്ലേജിലെ എറണാകുളം ജില്ലയിലെ ചേർത്തതോടുകൂടി ഇടുക്കിയുടെ വലിപ്പം കുറഞ്ഞു, പാലക്കാട് ഒന്നാമതെത്തി. അപ്പൊ കുട്ടമ്പുഴ വില്ലേജ് പാലക്കാടിലേക്ക് പോയി. അപ്പോഴാണ് ഇടുക്കി 97 രണ്ടാമത്തെ ജില്ലയായി മാറിയത്. ഇപ്പൊ കുട്ടമ്പുഴ ജില്ലയിലെ ചില ഭാഗങ്ങൾ ഇടുക്കിയിലെ ഇടമലക്കുടി വില്ലേജിലേക്ക് തിരിച്ചെത്തി. അപ്പൊ വീണ്ടും 1ാം സ്ഥാനത്തെത്തി. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഒന്നിന്റെ പേരെന്ത്? PSC ബുള്ളറ്റിൽ വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാൻ ചോദിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ആ പുതിയ സ്പീഷീസ് ആണ് കങ്കാരു ഓന്ത്, വടക്കൻ കങ്കാരു ഓന്ത്. മലബാർ അല്ല നമുക്കറിയാം, ഇടുക്കിന്നാണ്. പശ്ചിമഘട്ടം വരാം, കാരണം ഇടുക്കിയിൽ പശ്ചിമഘട്ടം ഉണ്ട്. ദക്ഷിണ കങ്കാരു ഓന്ത് അതും വരാം. കേരളത്തിൽ തെക്കൻ കേരളമാണ് ഇടുക്കി കിടക്കുന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെ മാറി വടക്കൻ കങ്കാരു ഓന്ത് എന്ന് തന്നെ ഓർത്തിരിക്കണം. വടക്കൻ കങ്കാരു ഓന്ത് എന്ന് തന്നെ ഓർത്തിരിക്കണം കേട്ടോ. എന്താ അതിന്റെ പേര്?
വടക്കൻ കങ്കാരു ഒന്ത്, പശ്ചിമഘട്ട കങ്കാരു ഒന്നല്ല, ദക്ഷിണ കങ്കാരു ഒന്നല്ല. എന്തല്ല എന്ന് ഓർമ്മിച്ചു വെക്കുന്നതും ഓർമ്മയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി സിവിൽ ജഡ്ജി എന്ന പേരിലാണ് അറിയപ്പെടുക. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 എവിടെയായിരുന്നു? ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 തൃശ്ശൂരായിരുന്നു. കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? നവോത്ഥാനമാണ്. അപ്പോൾ അത് വൈക്കം സത്യാഗ്രഹമാണ്. 2024 ജനുവരി 16 കുമാരനാശാന്റെ 100ാം വാർഷികം, ചരമവാർഷികം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ 180ാം വാർഷികം രക്തസാക്ഷിത്വത്തിന്റെ. മറന്നു പോകണ്ടട്ടാ അല്ലെ? 1874 വേലായുധ പണിക്കർ അന്തരിക്കുന്നത്, അല്ല കൊല്ലപ്പെടുന്നത്. മഹാത്മാഗാന്ധി ഈ നമ്മൾ ധാരാളം പറഞ്ഞതാണ് ഏത് വൈക്കം സത്യാഗ്രഹം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വൈക്കം സത്യാഗ്രഹം പഠിച്ചിരിക്കണം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ പുതുക്കിയ വേതനം 346 നമ്പർ മറന്നുപോകും. ഇടുക്കി മറക്കുവോ? ഇടുക്കി നോക്ക്, തോണിപ്പൂവാണ് 4. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഓർമ്മയ്ക്ക് വന്നു തോണിപ്പൂവാണ് 4. എന്നിട്ട് ആനയെ കാണുകയാണ് അപ്പോൾ 6. എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം റെസ്റ്റോറൻറ്റ് പോവാണ്, മെഴുകുതിരി കത്തിച്ച് വെക്കുകയാണ് 1. ആ വെളിച്ചത്തിൽ താറാവ് കറിന്റെ കറി കൂട്ടുകയാണ് 12, 4612. മനസ്സ് കാണട്ടത്, വെറുതെ കേട്ടാ പോരാ, മനസ്സ് കാണണം. അതുപോലെ നമുക്ക് ഇവിടെ നോക്കാം 346. 3 നമ്മുടെ നമ്പർ പെഗ് സിസ്റ്റം പ്രകാരം നമ്മൾ ഹേർട്ട് എന്നാണ് കൊടുത്തത്. ഓക്കെ, 4 തോണിയാണ്, 6 എന്താണ്? നമ്മുടെ ആനയാണ്. അപ്പൊ 346 തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെ ഓർക്കുക? നിങ്ങൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയല്ലേ? ആ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ഒരു വയസ്സായ സ്ത്രീയും ഒരു വയസ്സായ പുരുഷനും, 2 പേർക്കും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അവർ തമ്മിൽ ലവ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കിട്ടിയ പൈസ കൊണ്ട് അവരും പോയി എവിടേക്ക്? ടൂറ് പോയി. ആ ടൂറ് പോയി അവർ തോണിയിലാണ് എന്ത് ചെയ്തത്? യാത്ര ചെയ്തത്. ബോട്ടിൽ യാത്ര ചെയ്ത് അവര് ആ ബോട്ടിൽ യാത്ര ചെയ്തത് ആനയെ ധാരാളം കണ്ടു. യെസ്. അപ്പം 346. ഈ കഥയെന്ന് ഓർത്ത് വെച്ചോക്ക്. 346. ഓക്കെ. 2023 കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാ? അത് എറണാകുളമാണ്. ആഭ്യന്തര സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാര ടൂറിസം സഞ്ചാരികൾ സന്ദർശിച്ചത് എറണാകുളമാണ്. 700-ലേറെ വർഷം പഴക്കം ചെന്ന് കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം. വട്ടെഴുത്ത് അല്ലേ? നമ്മുടെ പ്രാചീന എഴുത്ത് രീതിയാണ്, ലിപിയാണ് വട്ടെഴുത്ത് എന്ന് പറയുന്നത്. അതിന് 700-ലേറെ വർഷം പഴക്കം ചെന്ന വട്ടെഴുത്ത് പാലക്കാട് ജില്ലയിലെ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രമാണ്. ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ചതും എറണാകുളമാണ്. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹമായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി എൻ മേനോൻ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന രീതിയിലും ചോദിക്കും. അവരുടെ 125ാം ജന്മവാർഷികം. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കലക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം DC കണക്ട്. ഡിസ്ട്രിക്ട് കളക്ടറെ കണക്ട് ചെയ്യാൻ പറ്റും. നേരെ പരാതി കൊടുത്തിട്ട് ഓൺലൈനായിട്ട് DC കണക്ട് എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാം. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഏതാണ്? മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവും തടയാൻ കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സംസ്ഥാന സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടത്തുന്ന പദ്ധതി ഏതാണ്? അത് ചങ്ങാതിയാണ്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്
ചങ്ങാതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി മധുരമാണ്. മധുരം. അപ്പോൾ മധുരം എന്ന് പറയുന്നത് വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടാണ്. വയോജനങ്ങൾക്ക് നമ്മുടെ ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ കൊടുക്കുന്ന പദ്ധതിയുടെ പേര് വയോമധുരം എന്നാണ്. അപ്പോൾ ആ മധുരം മറ്റേ വയോമധുരം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ കേരളമാണ്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള കോവിഡ് പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് കേരളത്തിലാണ്. കേരളത്തിലെവിടെ? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം കോഴിക്കോടാണ്. അപ്പോൾ അവസാനം വരെ കണ്ടവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ ഒരു കമൻറ്റ് പറയൂ. ക്ലാസ് എങ്ങനെയുണ്ട്? ഇത് കഴിഞ്ഞാൽ ഓൺലൈൻ എക്സാം ചെയ്യണേ. ഇന്ന് ആദ്യത്തെ 2 വീഡിയോ എന്നാണ്. ഇതിൻ്റെ എക്സാം നിങ്ങൾക്ക് അടുത്ത് തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.